അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. അവിടെ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ, മരിച്ചവരെ കണക്കാക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. റിപ്പോർട്ടർ TV തുടർച്ചയായിട്ട് അവിടെ വയനാട്ടിലെത്തി സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് എല്ലാ ചർച്ചയിലും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവുമായിരുന്നു അത്. ആ ചോദ്യം സർക്കാർ കേട്ടിരിക്കുന്നു. ഇപ്പോൾ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്ന സർക്കാർ ഉത്തരവ് ഉടൻ വരും. 32 പേരുടെ പട്ടിക ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. പട്ടിക സംസ്ഥാനതല സമിതി പരിശോധിക്കും. മരണ സർട്ടിഫിക്കറ്റിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ദീപക് മോഹൻ ചേരുന്നു നല്ല വാർത്തയുമായി. ആ അർത്ഥത്തിൽ നല്ല വാർത്തയെന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ സന്തോഷകരമായ വാർത്തയല്ല, നാട്ടുകാരുടെ ആവശ്യം പരിഹരിച്ചു എന്ന അർത്ഥത്തിൽ മാത്രമാണത് നല്ല വാർത്തയാവുക. ദീപക്, ഗുഡ് മോർണിംഗ് ദീപക്. പ്രിയപ്പെട്ടവരെ ഇനി തിരിച്ചു കിട്ടില്ലെന്ന് അവർക്കറിയാം, പക്ഷേ അവരുടെ ഒരു ആവശ്യമായിരുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം, ബാക്കി കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിലും ഒക്കെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അപ്പോൾ ആവശ്യം സർക്കാർ പരിഗണിച്ചു. ആശ്വാസ വാർത്തയാണല്ലേ ആ അർത്ഥത്തിൽ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഈ ദുരന്തത്തിന് ശേഷം ദുരന്തബാധിതർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായി പലപ്പോഴും നമ്മൾക്ക് മുമ്പിലേക്ക് അവർ പറഞ്ഞതാണ്. നിരവധി ആളുകളെ കാണാനുണ്ട്. പലതവണ അവർ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ മരിച്ചവരുടെ കാണാതായ ആളുകളെ മരിച്ചവരായി കണക്കാക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും ലഭിക്കും. അങ്ങനെ നിരവധി ആളുകൾ ദുരിതത്തിലാണ് എന്നുള്ള വാർത്ത മുൻപേ തന്നെ നമ്മൾ പങ്കുവച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അനുഭാവപൂർണമായൊരു നിലപാടുണ്ടാകുന്നത്. ഈ ദുരന്തത്തിൽ 231 മൃതദേഹങ്ങളും ഒപ്പം 221 മൃതദേഹ ഭാഗങ്ങളും അടക്കം 454 മൃതദേഹ ഭാഗങ്ങളും ആണ് ഇതുവരെ കണ്ടെടുത്തത്. അതിൽ തന്നെ 32 ഇപ്പോൾ ഇതുവരെ തിരിച്ചറിയാത്ത 32 ആളുകളെയാണ് മരിച്ചവരായി കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഉത്തരവ് വന്നിട്ടുള്ളത്. നേരത്തെ ഈ DNA ഫലമൊക്കെ ബന്ധപ്പെട്ട കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ 223 ആളുകളുടെ മൃതദേഹ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ 77 ആളുകളുടെ DNA ഫലം വന്നിരുന്നു. എന്നാൽ ബാക്കി തിരിച്ചറിയാത്ത 203 ആളുകളുടെ DNA ഫലവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ഫോർ ബയോടെക്നോളജി ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വന്ന DNA പരിശോധന ഫലത്തിലും ഏകദേശം 200ഓളം ആളുകളുടെ DNA പരിശോധന ഫലം വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 32 ആളുകളുടെ പേരാണ്, അതായത് 32 ആളുകളുടെ DNA ഫലമാണ്. അതിനാണ് ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടായിരുന്നത്. കാരണം ഇതാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർക്കാർ ഈ 32 ആളുകളുടെ കൃത്യമായുള്ള തിരിച്ചറിയാൻ ഈ ആളുകളെ മരിച്ചവരായി കണക്കാക്കിക്കൊണ്ടിട്ടുള്ള ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യമാണ്. സന്തോഷമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക അത്രമേൽ സങ്കടകരമായ ഒന്നാണ്. പക്ഷേ അപ്പോഴും ചെറിയ ആശ്വാസം ഉണ്ടാവും ആ നാട്ടുകാർക്ക്. ഇവരുടെ ബന്ധുക്കൾക്ക് ഇനി എങ്ങനെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അത് ആശ്വാസകരമായ കാര്യം. റിപ്പോർട്ടർ ഇംപാക്റ്റ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,